ഹലോ ഹലോ, എന്താ പേരെന്താ? പളനി. പറ, എന്താ കാര്യം? ഇവിടെ തന്നെ താമസം? അതെ, ഇവിടെ നോക്ക്. പറഞ്ഞോ, കേക്കുന്നു. പഠിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല അതൊന്നും. ആളെ പോലെ വലുതായി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓ, നിങ്ങൾ എവിടെ ഉള്ളത്? ഞാനോ? ഇന്ത്യ. പളനി സുന്ദരനാണല്ലോ, നല്ല രസമുണ്ടോ നിന്നെ കാണാൻ. തല പിടിക്കല്ലേ, തല തടയിക്കൂടാ, എണ്ണ തേച്ചിരിക്കുന്നു കുളിക്കാൻ. എടാ, മണ്ണി കിടക്കാതെ എണീറ്റ് വാടാ കുളിക്കാൻ. ആ വരുന്ന്, ചെവിയും കട്ടിക്കുന്ന്, ക്ലിനിക്കിലൊന്ന് പോണം. ഹായ്, നോക്കൂ, ജോലിക്കായിട്ട് മാറി വന്ന സ്ഥലത്തും നമുക്കൊരു പയ്യനെ കിട്ടിയട്ടോ. അവനെ ഞാൻ പളനി എന്ന് വിളിക്കുന്നു. ഇതാ നോക്കിയേ, ചെറുക്കൻ നല്ല സ്നേഹമുള്ളവനാണ്. എവിടെ ചെന്നാലും ഖത്തറിൽ കാണുന്ന എല്ലാ മക്കളും നല്ല സ്നേഹമുള്ളവരാണ് എല്ലാവരോടും കേട്ടോ. അതുപോലെ മാമൻ്റെ കൂടെയും അതുപോലൊരു സ്നേഹം കാണിച്ചു ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതാ നോക്കിയേ, അമ്മമാരുടെ ഉപദ്രവമില്ലാത്ത പെരുമാറ്റം അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളെ കണ്ടാലും പേടിയും അങ്ങനെ ഇല്ല കേട്ടോ. ആരോടും പേടിയില്ല, നല്ല സ്നേഹം മാത്രമാണ്. വേറെ പറയാൻ, മാമൻ ജോലിക്കായിട്ട് വന്നിട്ടുണ്ട്. 150 കിലോമീറ്റർ ദൂരെയാണ് ക്യാമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ പിള്ളേരൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകൂടാനും അവരെ വീഡിയോ കാണിക്കാനൊക്കെ ഇവിടെ കുറച്ച് പിള്ളേരെ നമ്മൾ സംഘടിപ്പിച്ച് കണ്ടു. അപ്പോൾ അവരായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും ഇനി വരുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇടാൻ ഒരു കൃത്യസമയം മാമന് കിട്ടാറില്ല കേട്ടോ. ഏതെങ്കിലും ടൈമിലൊക്കെയാണ് ഇപ്പം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, സമയത്ത് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സന്ധ്യയാകുന്നു. അതുപോലെ ശമ്പളം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിട്ട് നമ്മൾ വീഡിയോ ഇടും. നാട്ടിലെ ഒരു 12:30 മണിക്കായിരിക്കും ഇതുപോലെ വലിയ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴതിൻ്റെ സമയങ്ങളൊക്കെ തെറ്റിപ്പോയി. അങ്ങനെ പല ടൈമിലാണ് ഇടുന്നത്. പഴയതുപോലെ ഉച്ചയ്ക്ക് 12:30 മണിക്ക് വീഡിയോ കൊണ്ടുവരണമെങ്കിൽ നെറ്റ് റീചാർജ് ചെയ്തെങ്കിലേ നമുക്ക് വീഡിയോ കറക്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ റൂമിൽ വരുമ്പോഴാണ് വൈഫൈ കണക്റ്റിങ് കിട്ടുന്നതേ. അങ്ങനെയാണ് വീഡിയോ ഇടാൻ പല ടൈമിലായി പോകുന്നത്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഒരു പളനിന്ന് പേര് വെച്ചു നമ്മുടെ ഒരു ചെറുക്കനെ പരിചയപ്പെട്ടു. അവൻ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ റൂമിൻ്റെ സൈഡിലായിട്ടുള്ളവനാണ്. അപ്പോൾ അവനെ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് വീഡിയോ ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇവൾ അവൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെ ഇവിടെ കണ്ടു. കാണുമ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഒക്കെ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആൺകുട്ടികൾ ആണ് പെട്ടെന്ന് ഇണങ്ങുന്നത് കേട്ടോ. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പേടിയുണ്ടാവും. ആൺകുട്ടികളാണെങ്കിലോ നല്ല സ്നേഹമുള്ളവരായിരിക്കും കേട്ടോ. ഞാൻ നോക്കിയിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ എനിക്ക് ശമ്പളമൊക്കെ കിട്ടട്ടെ, ഇവന്മാരുടെ ഫുഡ് ഒരെണ്ണം വാങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 10 പൈസ കയ്യിലില്ല, പിച്ചക്കാരനാണ്. അപ്പോൾ ആ സ്ഥിതി ആയതുകൊണ്ട് ഇവന്മാർ ഇതുപോലെ സ്നേഹിക്കാനും പറയാനും മാത്രമേ എനിക്കിപ്പോൾ പറ്റുന്നുള്ളൂ. ശമ്പളമൊക്കെ വന്നതിന് ശേഷമേ ഇവന്മാർക്കൊരു ഫുഡൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ കൊണ്ടുവരും. കാരണം വെച്ചാൽ ഇവരൊക്കെ തന്നെയാണ് ഇനി നമ്മളുടെ ഒരു എന്താ പറയുക, സ്നേഹമുള്ള കുട്ടികൾ. ഒരു 5 മാസം തള്ളി നീക്കണമല്ലോ. അപ്പോൾ ഇവന്മാരൊക്കെ ഇങ്ങനെ സ്നേഹിച്ചും എടുത്തും നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ വീഡിയോ മാമി എടുത്ത് തന്നാൽ അത് നമ്മൾ കൊണ്ടുവരാം. വീട്ടിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല വഴിക്കൊക്കെ മാറിപ്പോയി, വലുതൊക്കെ ആയതുകൊണ്ടേ അതും പാട് തന്നെയാണ്. മാമനെ പോലെ മാമിക്ക് ഈ പിള്ളേരെ ബേക്കിൽ നിന്ന് നടന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വീട്ടിൽ വന്നാൽ മാമി വീഡിയോ എടുത്ത് തരും. അങ്ങനെയുള്ള ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് പിള്ളേരുടെ വീഡിയോ വരാനൊക്കെ വൈകുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും നല്ല ആത്മാർത്ഥതയുമുള്ള കുട്ടികളാണ് കേട്ടോ. നാട്ടിലെ പോലെ വിശന്ന് കറങ്ങി വലയേണ്ട ആവശ്യവന്മാർക്കില്ല കേട്ടോ. ഇവിടെ അവർക്ക് സമയാസമയങ്ങളിൽ നല്ല ആഹാരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ല തടിയൊക്കെ വെച്ച്. ഇവിടെയുള്ള കുട്ടികൾ തന്നെ നല്ല തടിയും അതുപോലെ നല്ല കാണാനൊക്കെ ഭംഗിയുള്ളവരാണ്. അതുപോലെ നല്ല കളറൊക്കെയാണ് ഇവന്മാർക്ക് കേട്ടോ. പല കളറും ഇവന്മാർക്ക് കിട്ടും. അങ്ങനെയുള്ള നല്ല നല്ല കുട്ടികളാണ്. അപ്പോൾ ഇവന്മാരൊക്കെ സ്നേഹിച്ച് ഒരു 5-6 മാസം നമുക്ക് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് മാമൻ വരുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ നല്ല വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുവരെ നിങ്ങളെല്ലാവരും കുറച്ച് സഹിച്ചേ പറ്റൂ. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ മാമനെന്ന് പറയുന്നെങ്കിലും ഒരു സഹോദരനെ പോലെ എല്ലാവരും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും എനിക്കറിയാം കേട്ടോ. ഞങ്ങളുടെ ഫാമിലി എന്ന് നിങ്ങളെ മുന്നിൽ കടപ്പെട്ടിരിക്കും. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. ഓക്കെ, ബൈ.